മഹാറാണി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിക്കനിലെ മഹാറാണിയെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു മഹാറാണി ചിക്കനാട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. 1/2 കിലോ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 1/2 ഇഞ്ച് നീളത്തിൽ പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, ചെറിയൊരു പീസ് ജാതിക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്കൊരു 4-5 വറ്റമുളക് നമ്മുടെ എരിവിനനുസരിച്ചാട്ടോ, അത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/2 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിയും കൂടെ ചേർത്തിട്ട് വീണ്ടും വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് 4 വീതം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് വീണ്ടും വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 5 വറ്റൽമുളകാണ് ഈ 1/2 കിലോ ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. എരിവ് നല്ല എരിവില്ലാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഒക്കെ എടുത്താൽ മതി. നമ്മുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ 2 സവാള ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 1.5 മതി. അത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു കളറായിട്ട് വേണം നോക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് മാറുമല്ലോ, അതുപോലെ വെള്ളമൊക്കെ നിറങ്ങി വരുമല്ലോ. ആ ഒരു സ്റ്റേജ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് വേണം. ഞാൻ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാലപ്പൊടികളുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം വറ്റി കുറച്ചൊന്ന് ഒരു തിക്കായിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വെന്ത് വരുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി ആയിട്ട്, ഒരു സെമി ഗ്രേവി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വറ്റുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നോർമൽ ചിക്കൻ എത്ര വേവിക്കാൻ സമയം എടുക്കുന്ന അത്രയും സമയം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സെമി ഗ്രേവിയിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അത് വെന്ത് വരുമൊന്നും വേണ്ട കേട്ടോ. ഒരുപാടായാലും ഒരുപാട് അങ്ങ് എരിവ് കൂടും. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഞാൻ 2 എണ്ണം എടുത്ത്, അധികം എരിവില്ലാത്ത മുളകാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എരിവുള്ളാണെങ്കിൽ 1 മതി ഈ 1/2 കിലോ ചിക്കനിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി, മഹാറാണി ചിക്കൻ റെഡി. ഇത് നമുക്ക് പൊറാട്ട, ഗീ റൈസ്, അതുപോലെ റൊട്ടി, നാന്, അതിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വ്യത്യസ്തമായ രുചി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.